നമസ്കാരം. മൃഗങ്ങളെ നമ്മൾ ജാതികളായി തരം തിരിച്ചിട്ടുണ്ട്. സിംഹവും മാനും രണ്ട് ജാതികളാണ്. കടുവയും പോത്തും രണ്ട് ജാതികളാണ്. കാണ്ടാമൃഗവും കുതിരയും രണ്ട് ജാതികളാണ്. സീബ്രയും പുള്ളിപ്പുലിയും രണ്ട് ജാതികളാണ്. ഇങ്ങനെ ഈ മൃഗങ്ങളെ നമ്മൾ ജാതികളായി തരം തിരിച്ച് പേരിടാൻ കാരണം ഇവയെല്ലാം രണ്ട് ജാതികളാണ്, രണ്ട് ഇനങ്ങളാണ്. എന്നാൽ ഈ മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തരായ മൃഗങ്ങളാണ് നമ്മൾ മനുഷ്യർ. ഇവിടെ നാം സർവ മനുഷ്യരെയും ജാതി തിരിച്ചാണ് കാണുന്നത്. എന്നാൽ ഈ മനുഷ്യർ മുഴുവൻ ഒരു ജാതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ബ്രാഹ്മണൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നാൽ സാംബവന്റെ രക്തം അദ്ദേഹത്തിന് കയറും. ഒരു പുലയൻ സുഖമില്ലാതെ കിടന്നാൽ ബ്രാഹ്മണന്റെ രക്തം അദ്ദേഹത്തിന് കയറും. ഒരു നായർ സുഖമില്ലാതെ കിടന്നാൽ ഒരു ആദിവാസിയുടെ രക്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറും. അതിനർത്ഥം ഈ മനുഷ്യരെല്ലാവരും ഒന്നാണ്. മാവേലി നാട് വാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാം ഒന്നാണ്. എന്നാൽ നാം മനുഷ്യരായിട്ടല്ല ഇവിടം ജീവിക്കുന്നത്, ഓരോ ജാതികളായിട്ടാണ്. ഓരോരുത്തരെയും തിരിച്ചറിയുവാൻ ഗവൺമെന്റ് സംവിധാനവും അല്ലാതെയുള്ള സംവിധാനവും എല്ലാം അവലംബിക്കുന്ന മാർഗം അവനെ ജാതി തിരിച്ച് കാണുക എന്നുള്ളതാണ്. നായർ, ബ്രാഹ്മണൻ, ഈഴവൻ, തീയൻ, നാടാർ, പുലയൻ, സാമ്പ, കുറവർ, കമ്മാളർ, ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, ചാന്നാർ, അരയൻ, വാലൻ, മുക്കുവൻ, എഴുത്തച്ഛൻ, ക്രിസ്ത്യാനി, മുസ്ലിം, കടുപട്ടൻ, ധീവര, ആദിവാസി ഗോത്രസമൂഹങ്ങൾ, വല്ലിവ, വില്ലവർ, കാവുതീയർ, അമ്പട്ടൻ, പാണൻ, പാണ്ടി ഇളവ, പാച്ച്, ഉഴുവച്ചോൻ, വിൽക്കൊല്ലൻ, കണിയാൻ കാവു എന്നിങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ജാതി തിരിച്ച് നാം കാണുകയാണ്. ഞാൻ പരാമർശിക്കാത്ത ധാരാളം ജാതികൾ ഇനിയും കേരളത്തിലുണ്ട്. ഞാൻ പരാമർശിക്കാത്ത ജാതികളെപ്പറ്റി എന്റെ മാന്യ പ്രേക്ഷകർക്ക് ഇത് ഇവിടെ കമന്റിൽ അടയാളപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ജാതികളാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, മനുഷ്യരല്ല. കേരളത്തിൽ ഒരു മനുഷ്യൻ പോലുമില്ല, എല്ലാവരും ജാതികളാണ്. ഓരോ ജാതിയെയും പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളാണ് നമ്മൾ. ഓരോരുത്തരും അവനവന്റെ ജാതിക്കായി മുറവിളി കൂട്ടുകയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. എന്റെ ജാതി, എന്റെ മതം, എന്റെ ദൈവം എന്നിങ്ങനെ മനുഷ്യൻ കണ്ട് ലോകത്തെ, പ്രത്യേകിച്ച് കേരളത്തെ, അതുമല്ലെങ്കിൽ ഭാരതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജാതികളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഈ ലിസ്റ്റ് വടക്കേന്ത്യയിലേക്ക് ചെന്നാൽ പതിനായിരങ്ങളും ലക്ഷങ്ങളും കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ജാതികളാണ് ഈ രാജ്യത്തിന്റെ വിപത്ത്. വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ ഓരോ സംസ്ഥാനത്തും നൂറുകണക്കിന് ജാതികളാണുള്ളത്. ജാതികളും അതിന്റെ ഉപജാതികളും ഇവയെല്ലാം കൂടെ കൂട്ടിയാൽ ഒരുപക്ഷെ ലക്ഷത്തിന് മേളിൽ പോകുമെന്നാണ് എന്റെ വിചാരം. ഈ ജാതി പിശാചാണ് ഇന്ത്യയെ മുന്നോട്ട് വളരാൻ സമ്മതിക്കാത്തത്. അതുമല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ സംസ്കാരമുള്ള ഈ സംസ്ഥാനത്തെ പറ്റി തന്നെ പറയാം, നമ്മളെ മുന്നോട്ട് ഗമിക്കാൻ അനുവദിക്കാത്തത് ഈ ജാതികളാണ്.
എന്ന് ഈ ജാതിക്കോ മരങ്ങൾ ഉണങ്ങിപ്പോകുമോ അന്ന് മാത്രമേ ഈ ദേശം രക്ഷപ്പെടുകയുള്ളൂ. എന്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കുകളും അനിവാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.